കളമശ്ശേരി പോളിടെക്നിക്കിൽ പിടികൂടിയ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല. സാക്ഷികളാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പോലീസിന്റെ ഭാഗത്തുനിന്ന് പുതിയൊരു നടപടി. അർച്ചന ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. അർച്ചന, പ്രതികളായ, അതായത് കഞ്ചാവ് കൈവശം വെച്ചവരെയും കഞ്ചാവ് വാങ്ങി ക്യാമ്പസിലേക്ക് എത്തിച്ചവരെയും മാത്രമാണോ പ്രതികളാക്കി ചേർക്കുക? തീർച്ചയായും നിഷ, അങ്ങനെ തന്നെയാണ് പോലീസിന്റെ നിലവിലത്തെ തീരുമാനം. അതായത് കഞ്ചാവ് വാങ്ങിയവരെ നിലവിൽ സാക്ഷികളാക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഈ അനുരാജിൽ നിന്നും ആകാശിൽ നിന്നും എല്ലാം തന്നെയായി കോളേജിൽ നിന്ന് കഞ്ചാവ് വാങ്ങിയിട്ടുണ്ട്. അനുരാജിന് വിദ്യാർത്ഥികൾ 10,000 രൂപയാണ് ഗൂഗിൾ പേ വഴി അയച്ചു കൊടുത്തത്, അല്ലാതെ നേരിട്ട് അയച്ച വിദ്യാർത്ഥികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ വാങ്ങിയ വിദ്യാർത്ഥികളെ സാക്ഷികളാക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. അതായത് പല കാര്യങ്ങളിലും ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയാൻ പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും. ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ 2 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഈ ആദിലിനും അതുപോലെ ഈ മറ്റ് പ്രതികൾക്കും കഞ്ചാവ് എത്തിച്ചത്. ഇവരെ അടക്കം ചോദ്യം ചെയ്യാൻ പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും. ഇതിനായി ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് പോലീസിന്റെ തീരുമാനം. KSU നേതാക്കൾ ഉൾപ്പെടെ ഈ കേസിൽ പ്രതികളാണ്. നിലവിൽ 6 പേരാണ് ഇത്തരത്തിൽ പോലീസിന്റെ പിടിയിലുള്ളത്. ഇവരെല്ലാം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യും. അതേസമയം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാങ്കേതിക സർവകലാശാല റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഈ പോളിടെക്നിക് കോളേജിനകത്ത് ഇത്തരത്തിൽ പുറത്തു നിന്നും ആളുകൾക്ക് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് നടപടിയെടുക്കണമെന്ന് കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതുപോലെ കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായും ഇനി പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. അതിന് ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. നിമിഷം അർച്ചന, ഇതിൽ പ്രധാനമായും പരിശോധിക്കേണ്ടത് ഇത് ഒരു സാമ്പത്തിക ഇടപാടാക്കി മാറ്റിയിരിക്കുന്നു. കേവലം ഒരു ലഹരിയുടെ ഉപയോഗം മാത്രമല്ല, ക്യാമ്പസുകളിൽ കഞ്ചാവ് എത്തിച്ച് അല്ലെങ്കിൽ കഞ്ചാവ് വിതരണം ചെയ്ത് അത്തരത്തിൽ ഒരു ഏർപ്പാട് മാത്രമായിരുന്നില്ല. അതൊരു ബിസിനസ് ആയിരുന്നു ആ KSU പ്രവർത്തകർക്ക്, KSU നേതാക്കൾക്ക്. കളമശ്ശേരി പോളിടെക്നിക് കോളേജിലടക്കം നിരവധി ക്യാമ്പസുകളിൽ എറണാകുളം ജില്ലയിൽ ഇതിൻ്റെ വിതരണക്കാരായി ഇവർ പ്രവർത്തിച്ചിരുന്നു എന്ന കഴിഞ്ഞ ദിവസം പോലീസിനോട് ഇവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, ആഷിഖ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളിൽ നിന്ന് കൂടുതൽ പണത്തിന് കഞ്ചാവ് വാങ്ങി അത് ക്യാമ്പസുകളിൽ ചെറിയ പൊതികളായി വിതരണം ചെയ്യുകയായിരുന്നു. അതിന് കൂടുതൽ പണം വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുകയായിരുന്നു ഇവരുടെ ഒരു ബിസിനസ് രീതി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നില്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും മാത്രമല്ല ഇത് എവിടെയൊക്കെ വിതരണം ചെയ്തു അടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ഈ ഇതര സംസ്ഥാനക്കാരിൽ നിന്നും ആഷിഖും ആദിലുമാണ് ഇത്തരത്തിൽ വലിയ തോതിൽ കഞ്ചാവ് വാങ്ങി വിൽപ്പന നടത്തുന്നത്. അത് കളമശ്ശേരി പോളിടെക്നിക് കോളേജ് മാത്രം കേന്ദ്രീകരിച്ചല്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എവിടെയൊക്കെ ഇത് വിതരണം ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ വിതരണം ചെയ്തിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കോളേജ് കേന്ദ്രീകരിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുമാണ് പ്രധാനമായും വിൽപ്പന നടത്തുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. മാത്രമല്ല ഇതിനായി ഇവർ പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവിടെ നിന്നും ഇത്തരത്തിൽ ആൾക്കൊക്കെയാണ് സാധനം, അതായത് ഈ കഞ്ചാവ് വേണ്ടത് അവരുടെ എല്ലാം തന്നെ ലിസ്റ്റ് എടുത്ത് അവരിലേക്ക് സാധനം എത്തിക്കുകയാണ്. അതിന് ഇവർ കരുവാക്കിയത് ആകാശിനെയാണ്. ആകാശനാണ് ഇത്തരത്തിൽ കോളേജ് വിൽപ്പന നടത്തിയിരുന്നത്. ആകാശനാണ് ഇവർ എത്തിച്ചത്. അങ്ങനെ വലിയൊരു ശൃംഖല ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ, അതായത് ഇതര സംസ്ഥാന തൊഴിലാളികളും KSU നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഇത്തരത്തിൽ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നത്. അതിന് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. പ്രധാനമായും ഇവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കും. അതേസമയം തന്നെ ഇവർ എവിടെയൊക്കെ ഇത്തരത്തിൽ കഞ്ചാവ് എത്തിക്കുന്നുണ്ട്, ആർക്കൊക്കെ ഇതിൽ കൂടുതൽ പങ്കുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. ഇത്തരത്തിൽ 16,000 രൂപയാണ് നിലവിൽ അനുരാജിന്റെ ഫോണിലേക്ക് വന്നതാണ് കാണിക്കുന്നത്. എന്നാൽ കൂടുതൽ പണം ഇത്തരത്തിൽ ഇവർ എങ്ങനെയൊക്കെ ഇത് സമ്പാദിച്ചിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ എന്തായാലും പോലീസ് വിശദമായി പരിശോധിക്കും. അതിന് ഉടൻ തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങും. മാത്രമല്ല ഏറ്റവും പ്രധാനമായും ഈ കോളേജും കൃത്യമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. കൃത്യമായ ലഹരിക്കെതിരെയുള്ള നടപടിയാണ് കോളേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായുള്ള തുടർ നടപടികൾ കോളേജും സ്വീകരിക്കും. വിനിഷ. അർച്ചന, ഇതിൽ പ്രധാനമായും പരിശോധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് KSU പ്രവർത്തകരാണ് പിടിയിലായ പ്രതികൾ മുഴുവൻ. കോൺഗ്രസുകാർ ഇതിനെതിരെ ഒരക്ഷരവും ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ചോദിക്കുമ്പോഴൊക്കെ അത് കുട്ടികളല്ലേ, നമുക്ക് അതിൽ നിന്ന് U-ടേൺ അടിക്കാം എന്ന തരത്തിലുള്ള
വിവാദങ്ങളും പ്രസ്താവനകളും ഒക്കെ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഈ വിദ്യാർത്ഥികളുടെ കൈവശം എങ്ങനെ ഇത്രയും അധികം രൂപ, ഒരു ബണ്ടിലിന് 18,000 രൂപയും 16,000 രൂപയും ചെലവാക്കിയാണ് ഓരോ ബണ്ടിലും വാങ്ങിച്ചെടുക്കുന്നത്. ആ ബണ്ടിലുകൾ ചെറിയ പൊതികളായി 6,000 രൂപയ്ക്ക് അടക്കം വിൽക്കുന്നു എന്നാണ് ആഷിക പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത്. അത്തരത്തിൽ ഈ വിദ്യാർത്ഥികളുടെ കൈവശം ഇത്രയും വലിയ തുക എങ്ങനെ എത്തുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിന് പുറത്തുനിന്ന് ആരുടെയെങ്കിലും സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ? ആഷിക കളമശ്ശേരി പോളിടെക്നിക്കിലെ KSUവിൻ്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയാണ്. ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് KSU പ്രവർത്തകനാണ്, യൂണിറ്റ് സമിതി അംഗങ്ങളാണ് KSUവിൻ്റെ. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ഇത്രയും വലിയ തുക എങ്ങനെ വരുന്നു എന്നതിനെ കുറിച്ചുള്ള പുറമേ നിന്നുള്ള ഇടപെടൽ അത് പ്രത്യേകമായി തന്നെ പോലീസ് അന്വേഷിക്കുന്നില്ലേ? തീർച്ചയായും അത്തരം വിഷയങ്ങളെല്ലാം തന്നെ പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരുന്നതാണ്. കാരണം 2 കിലോ കഞ്ചാവാണ് ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ മാത്രം ഇവർ വിതരണം ചെയ്യാനായി വാങ്ങിച്ചത്. അത് ആകാശിന് കൈമാറുകയായിരുന്നു. ഏകദേശം 4 കിലോ കഞ്ചാവാണ് ഈ ദിവസം ഇതര സംസ്ഥാനക്കാരിൽ നിന്നും ആഷിക്കും ആദിലും വാങ്ങിയത്. ഇത് 2 കിലോ കളമശ്ശേരി കോളേജിലേക്ക് കൈമാറിയിട്ടുണ്ട്. മറ്റ് 2 കിലോ എവിടെ കൈമാറിയെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർ മുന്നേയും ഇത്തരത്തിൽ വലിയ തോതിൽ കഞ്ചാവ് വാങ്ങി വിൽപ്പന നടത്തുന്ന ആളുകളാണെന്ന് പോലീസ് വ്യക്തമായിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ ഇത്തരത്തിൽ വിൽപ്പന നടത്തുന്നത് എന്താണ് തുടക്കഘട്ടം മുതൽ പോലീസ് അന്വേഷിക്കുന്നത്. മാത്രമല്ല ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടെന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചിരുന്നു. ഈ ആദിലും ആഷിക്കും കളമശ്ശേരി പോളിടെക്നിക്കിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്, KSU നേതാക്കളാണ്. ഇവരാണ് പ്രധാനമായും ഈ കഞ്ചാവ് ഈ കളമശ്ശേരി കോളേജിൽ എത്തിക്കുന്നത്. അവിടെ നേരത്തെയും ഇത്തരത്തിൽ ഇവർ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഇത് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പോളിടെക്നിക് കോളേജിലെ പ്രിൻസിപ്പൽ ഇത്തരത്തിൽ പോലീസിന് വിവരം കൈമാറുന്നതും തുടർന്ന് അന്വേഷണം നടത്തിയതും. ഈ കുട്ടികൾ വ്യാപകമായി ഇത്തരത്തിൽ കഞ്ചാവ് വാങ്ങിക്കുന്നുണ്ട് എന്ന വിവരവും ലഭിച്ചിരുന്നു. ഇതിന് പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പാക്കി അവരിൽ നിന്നും വാങ്ങിയാണ് അത് കൈമാറിയത്. ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്നത്. അതായത് 500ഉം 1000ഉം രൂപയ്ക്ക് കൈമാറുന്ന തരത്തിലാണ് ഇവർ ഈ വിൽപ്പന. അതായത് ചെറിയ വിലയ്ക്ക് വാങ്ങി കോളേജിൽ വലിയ വിലയ്ക്ക് വിൽക്കുക എന്താണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. എന്തായാലും അത്തരം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ, കുട്ടികൾക്ക് ഇതിൽ എവിടെ നിന്നൊക്കെ തുക ലഭിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ കോളേജ് ഉൾപ്പെടെയുള്ള ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് ഇത് വിതരണം ചെയ്തത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് സംബന്ധിച്ച് പരിശോധിക്കുക. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുക തന്നെയാണ് പോലീസിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്. വിൻഷ, ശരി. അർച്ചന വിനോദാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. കളമശ്ശേരി പോളിടെക്നിക്കിൽ പിടികൂടിയ കഞ്ചാവ് വാങ്ങാൻ പണം നൽകിയ വിദ്യാർത്ഥികളെ പ്രതികളാക്കില്ല എന്നാണ് പോലീസിന്റെ തീരുമാനം. ഇവരെ സാക്ഷികളാക്കുക. ഇന്ന് പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷയും പോലീസ് നൽകും. ആ രീതിയിലാണ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുരോഗമിക്കുന്നത്.